രാജ്യസുരക്ഷയെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഭീകരവിരുദ്ധ നടപടിയുടെ വാർത്തയാണ് പുറത്തുവരുന്നത്. പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നിരോധിത ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് ഒരു യുവതിയെ ഇപ്പോൾ രാജസ്ഥാൻ ആന്റി ടെററിസം സ്ക്വാഡ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. മിലിറ്ററി ഇന്റലിജൻസിൽ നിന്ന് ലഭിച്ച അതീവ രഹസ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ജയ്പൂരിൽ നിന്നാണ് ബബിത ദഖഡ് എന്ന യുവതിയെ പിടികൂടിയിരിക്കുന്നത്. ഖദീജ എന്ന പേരിലും ഇവർ അറിയപ്പെടുന്നിരുന്നതായി തന്നെ അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പ്രാഥമിക കണ്ടെത്തലുകൾ പ്രകാരം വിദേശത്തുള്ള തീവ്രവാദ ഗ്രൂപ്പുമായി തന്നെ യുവതി സ്ഥിരമായി തന്നെ ആശയവിനിമയം നടത്തിയിരുന്നു. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ വിശദമായി തന്നെ പരിശോധിച്ചു വരികയാണ്. സമമായ മാധ്പൂർ ജില്ലയിലെ ഗംഗാപൂർ സിറ്റി സ്വദേശിയായ ഇവർ ആകട്ടെ അടുത്ത കാലത്തായി തന്നെ ജയ്പൂരിലെ ഗ്രാമീണ മേഖലകളിൽ താമസിച്ചു വരികയായിരുന്നു. സംശയാസ്പദമായ നീക്കങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ആദ്യം മിലിറ്ററി ഇന്റലിജൻസിന് ലഭിക്കുകയും തുടർന്ന് രാജസ്ഥാൻ ATSന് കൈമാറുകയും ചെയ്തതോടെയാണ് രഹസ്യ നിരീക്ഷണം ആരംഭിച്ചത്. നിരവധി ദിവസങ്ങളിലായുള്ള നിരീക്ഷണത്തിനും തെളിവ് ശേഖരണത്തിനും ശേഷമാണ് യുവതിയെ കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് രാജ്യസുരക്ഷാ കേസുകളിൽ ഉപയോഗിക്കുന്ന കർശന നിയമം, അതായത് അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് പ്രകാരമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രാഥമിക അന്വേഷണത്തിൽ പുറത്തുവരുന്ന വിവരങ്ങൾ ഏറെ ആശങ്കാജനകമാണ്. ഭീകര സംഘടനയുടെ ആശയങ്ങളും പ്രചരണങ്ങളും സ്വാധീനിച്ചുകൊണ്ട് യുവതി സ്ലീപ്പർ സെൽ രീതിയിൽ പ്രവർത്തിച്ചു വരികയാണ് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ സംശയം. സമൂഹത്തിൽ സാധാരണ ജീവിതം നയിക്കുന്നതായി തന്നെ തോന്നിപ്പിച്ചുകൊണ്ട് രഹസ്യമായി ഭീകര ശൃംഖലയുമായി ബന്ധം നിലനിർത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് സ്ലീപ്പർ സെല്ലുകളുടെ പ്രത്യേകതയായി പറയുന്നത്. യുവതിയുടെ മൊബൈൽ ഫോണുകൾ, ഡിജിറ്റൽ ഉപകരണങ്ങൾ, സോഷ്യൽ മീഡിയ ബന്ധങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ എന്നിവ ഇപ്പോൾ വിശദമായി തന്നെ ഇവിടെ പരിശോധിച്ചു വരികയാണ്. വിദേശത്ത് നിന്ന് നിർദ്ദേശങ്ങളോ സാമ്പത്തിക സഹായമോ ലഭിച്ചിട്ടുണ്ടോ എന്നതും അന്വേഷണത്തിന്റെ പ്രധാന ഭാഗമാണ്. രാജ്യത്തെ ഭീകര ശൃംഖലകൾ പുതിയ മാർഗങ്ങളിലൂടെ ആളുകളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ ഈ അറസ്റ്റ് സുരക്ഷാ ഏജൻസികളുടെ ജാഗ്രതയും നിരീക്ഷണ ശേഷിയും ഒരിക്കൽ കൂടി ഇവിടെ തെളിയിക്കുന്നതായി തന്നെയാണ് വിലയിരുത്തുന്നത്. അതേസമയം അറസ്റ്റിലാകുന്നതിന് തൊട്ടു മുൻപ് തന്റെ ഫോണിലെ സുപ്രധാനമായ ഡിജിറ്റൽ ഡാറ്റകൾ അവിടെ ഭൂരിഭാഗവും ബബിത ഡിലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ നശിപ്പിക്കാൻ ശ്രമിച്ചതായി കണ്ടെത്തിയിരിക്കുകയാണ്. ഈ ഡാറ്റ ഫോറൻസിക് വിദഗ്ധരുടെ സഹായത്തോടു കൂടി തന്നെ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് ATS. ഇവരുടെ വാട്സ്ആപ്പ് ചാറ്റുകളിൽ നിരവധി പാകിസ്ഥാൻ നമ്പറുകളും മറ്റ് വിദേശ നമ്പറുകളും ഉണ്ടായിരുന്നു. ഇതിൽ ചില നമ്പറുകൾ പാക് ഭീകരവാദ വിരുദ്ധ ഏജൻസികൾ നിരീക്ഷിച്ചു വരികയാണ് എന്നും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ഫേസ്ബുക്ക് ഫ്രണ്ട് ലിസ്റ്റിലാകട്ടെ ജെയ്ഷെ മുഹമ്മദിന്റെ പതാകകളും ആയുധധാരികളായ ഭീകരരുടെ ചിത്രങ്ങളും പോസ്റ്റ് ചെയ്ത നിരവധി വിദേശ പ്രൊഫൈലുകളും അതിൽ ഉണ്ടായിരുന്നു എന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത്. ചോദ്യം ചെയ്യലിൽ പാകിസ്ഥാനിലുള്ള ഒരു മുഫ്തി ഫോൺ വഴി തന്നെ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ സ്വാധീനിച്ചിരുന്നതായും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് താൻ ഇസ്ലാം മതം സ്വീകരിച്ചതെന്നും ബബിത സമ്മതിച്ചതായി തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഇവരെ പാകിസ്ഥാനിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും കടത്താൻ അതിർത്തിക്കപ്പുറത്തുള്ള ഇവരുടെ ഹാൻഡിൽമാർ പദ്ധതി ഇട്ടിരുന്നതായും അന്വേഷണത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.